ചപ്പാത്തിയും ദോശയെല്ലാം മടിക്കുന്ന സമയത്ത് ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിന്റെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1/2 കപ്പ് ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് റവയും 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം ആവശ്യം വരും. ആ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ജാറിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി ഇളക്കിയെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ട് പോവരുത്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയിട്ട് ഓരോ സ്പൂണ് മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പരത്താനൊന്നും നിൽക്കരുത്. കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നിറയെ ഹോളെല്ലാം വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. തേങ്ങാപ്പാലിന്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അല്ലെങ്കിൽ വെജിറ്റബിൾ കറിന്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.